നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന് അത്തരം നയസമീപനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കോൺഗ്രസ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് കഴിയുന്നില്ലെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള 5 സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ള സംഭവവികാവസ്ഥയും നമ്മൾ കാണേണ്ടത്. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം സൃഷ്ടിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് ആണെന്ന അവകാശവാദം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ഹനുമാന്റെ ആരാധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവർ വ്യക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ തീവ്ര വർഗീയ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി അതിനെ പരാജയപ്പെടുത്താനുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മൃദു ഹിന്ദുത്വ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനാവില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിന്റെ ഈ ഹിന്ദുത്വ സമീപനത്തെ മധ്യപ്രദേശിലെ ജനത യഥാർത്ഥത്തിൽ തള്ളിക്കളയാണ് ചെയ്തത്. ഗുജറാത്ത് മുമ്പ് തന്നെ BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ നേരിടുന്നതിന് മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ തകർന്നു പോയ കാര്യം ഗുജറാത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. 50%-ലധികം വോട്ട് BJPക്ക് ലഭിക്കുന്ന ഏക സംസ്ഥാനമായിട്ട് മാറിയതും ഈ ഒരു കോൺഗ്രസിന്റെ ദുർബലതയിൽ നിന്നാണ്. ഓരോ സംസ്ഥാനത്തിലെയും BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ടല്ലാതെ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ മതനിരപേക്ഷ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിന് യഥാർത്ഥത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോന്നും, ഏതെങ്കിലും ഒരു പാർട്ടി എന്ന രീതിയിലല്ല, ഓരോന്നും യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPയുടെ അജണ്ടയെ, അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയെ, മതധ്രുവീകരണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാനും BJP ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണ മുദ്രാവാക്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കോൺഗ്രസ് വളരെ ശരിയായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് BJPയെ പരാജയപ്പെടുത്താനാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ ചിന്തിക്കുന്നത്. വിദേശ നയത്തിന്റെ കാര്യത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യ ഇപ്പോഴും തുടർന്നു വരുന്ന നിലപാടുകൾക്ക് പൂർണ്ണമായ പിന്തുണ, അല്ലെങ്കിൽ അതേ നിലപാട് തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ മതനിരപേക്ഷതയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിദേശ നയത്തിന്റെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇസ്രയേലിന്റെ ഒപ്പം പൂർണ്ണമായിട്ട് നിൽക്കുന്ന നിലപാടിലേക്ക് ഇന്ത്യൻ വിദേശ നയത്തെ എത്തിക്കുന്നതിന് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സൃഷ്ടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഇതേ കാര്യം ആവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി എന്ന് മാത്രമല്ല, ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ദീർഘകാലമായി ഇന്ത്യ തുടർന്നു വരുന്ന പലസ്തീൻ അനുകൂല നിലപാട് കൈയൊഴിയുകയും ചെയ്യുന്ന അതിന്റെ തുടക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തന്നെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന് കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അത്തരം
വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന അപകടം എന്താണെന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പോൾ വ്യക്തമായ നിലപാടും രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പാർട്ടിക്കും ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. ഈ അടിസ്ഥാനപരമായ ധാരണകളിൽ നിന്ന് പുറകോട്ട് പോകുന്ന കോൺഗ്രസിന്റെ സമീപനം ആപൽക്കരമാണ് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളിപ്പോൾ ആലോചിച്ചത് ലെനിന്റെ ചരമ ശതാബ്ദി വർഷമാണ്. അടുത്ത ജനുവരി 21 മുതൽ 21 തീയതി. അത് സമുചിതമായി ആചരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ തലത്തിലുമുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങൾ സെമിനാറുകളും അതുപോലെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ച് 21 മുതൽ ഒരാഴ്ചക്കാലം ഈ ക്യാമ്പയിൻ വിപുലമായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. ഇത് അല്ല, അതിപ്പം വോട്ട് തടയലല്ല പറഞ്ഞു. ഞാൻ ഇന്ന് കണ്ടത് വിശ്വാസികൾക്കെതിരാണ് എന്നാണ്. ചില ആളുകൾ വിശ്വാസത്തിന്റെ കുത്തകാവകാശികൾ, ചില ആളുകൾ വിശ്വാസികൾക്കെതിരെ എന്നൊക്കെ ഇവർ പറയുന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ തീവ്രവാദികൾക്ക് ഒരു വിശ്വാസമില്ല, വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. വിശ്വാസികൾക്ക് വർഗീയവാദിയാവാനും പറ്റില്ല. അതാണ് ശരിയായ അർത്ഥം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന വർഗീയവാദികൾക്ക് യഥാർത്ഥത്തിൽ അവരാരും വിശ്വാസികളൊന്നുമല്ല. വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതിപ്പോഴും ഞങ്ങളെ മേലെ ആരോപിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് തന്നെയാണ് ചേരുക. അറിയില്ല, അത് അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അർത്ഥം. കാരണം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ എതിർത്ത് പരാജയപ്പെടുത്താനാവില്ല എന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല, കോൺഗ്രസിന്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട്. കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം പോകാൻ പാടില്ല. ഇപ്പോൾ VM സുധീരനൊക്കെ ശക്തിയായ രീതിയിലുള്ള നിലപാട്, അദ്ദേഹം പോകണോ എന്നുള്ളതിനും ഉത്തരം പറയാൻ മാത്രമല്ല ചെയ്തത്, എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം ഈ വർഗീയ പ്രചാരവേലക്ക് 2024 ഇത് ജനുവരി കഴിഞ്ഞാൽ ഉടനെ ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് ഇലക്ഷൻ ആകുമ്പോൾ ആ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ മുദ്രാവാക്യമാണിത് എന്നും തിരിച്ചറിയുന്ന മതനിരപേക്ഷവാദികൾ ശക്തിയായിട്ട് ഈ നിലപാടിനെ എതിർത്തിട്ടുണ്ട്. അത് കോൺഗ്രസിലുമുണ്ട്. അതെ, വലിയ പ്രയാസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. അവർ ഈ നിലപാട് ഇതേപോലെ തന്നെ നിലനിന്ന് മുന്നോട്ടേക്ക് പോയാൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ടാണല്ലോ മുന്നണി, വെറുതെ ഒരു കൂട്ടിച്ചേരലല്ല. ഹിന്ദുത്വ അജണ്ടക്കെതിരായി BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താനാവുള്ളൂ എന്നതിനാണ് ദേശീയാടിസ്ഥാനത്തിലുള്ള മുന്നണി പ്രസ്ഥാനം അല്ലെങ്കിൽ ഐക്യപ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വേദി ഉണ്ടാവുന്നത്. അതിന് വലിയ രീതിയിലുള്ള പ്രയാസമായിരിക്കും യഥാർത്ഥത്തിൽ ഇവരെടുക്കുന്ന ഈ നിലപാടിന്റെ ഭാഗമായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ആരെ അല്ല,
അത് ലീഗ് മുമ്പ് ബാബറി മസ്ജിദ് തകർത്തപ്പോഴും ലീഗ് പേരൊപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. കർസേവ നടത്തുന്നതിന് പിന്തുണ നൽകിയിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ്, അന്ന് അനുവാദം കൊടുത്തത്. പിന്നീട് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്തുണ്ടായിരുന്നത് നരസിംഹറാവുവാണ്. അന്നെല്ലാം കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. പക്ഷെ കോൺഗ്രസിന്റെ അകത്ത് തന്നെ കുഴപ്പമുള്ളതുപോലെ മുസ്ലിം ലീഗിന്റെ അകത്തും ഇതേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അപകടമാണ് എന്ന കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട്. ലീഗ് പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല, വിവിധ സംഘടനകൾ അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, സമസ്തയെ പോലുള്ള സംവിധാനങ്ങൾ. അല്ല, അത് അവർ മുന്നണിയാണ്, ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കാര്യം മാത്രമാണ്. അവർ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഇസ്രയേൽ പ്രശ്നത്തിന്റെ മേൽ അതിനെ എതിരായി പാലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അവർ സാങ്കേതികത്വം പറയുകയാണ് ചെയ്തത്. അതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് അവരെയും ദുർബലപ്പെടുത്തും. അവരും കോൺഗ്രസും കാണേണ്ടി തന്നെയാണ്. ഉറപ്പാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേശീയ പ്രശ്നമാണല്ലോ. ദേശീയാടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു നിലപാടാണത്. ഇവർക്ക് ഉറപ്പില്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചാൽ, പലസ്തീൻ പ്രശ്നം പോലും സ്വീകരിച്ചാൽ, അത് ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിട്ട് വരുമെന്ന് അവർ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന് വലിയ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കുന്നു, അതിന് രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇപ്പോഴത്തെ ഈ ആശയക്കുഴപ്പത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും വിമർശനമുണ്ട്. സർക്കാർ പിന്തുണയോടെ ക്ഷേത്രം പണിയുക എന്നൊക്കെ പറയുന്നത് രാജ്യത്തെ മതേതരത്വത്തിനെതിരാണ് എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മറ്റൊരു വാർത്തയിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്ന സൂചന വ്യക്തിപരമായി ലഭിച്ച ക്ഷണമായതിനാൽ വ്യക്തിപരമായി സോണിയാഗാന്ധി പങ്കെടുക്കണമോ എന്ന തീരുമാനം എടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായിരുന്നു ക്ഷണം. വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താ ചെയ്യുന്നത് ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. അല്ല, ഇന്നലെ തന്നെ അങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ ഇനി ആരും നടത്തരുതെന്ന് പ്രത്യേകം AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അത് സംബന്ധിച്ച് യുക്തമായ തീരുമാനം AICC വൈകാതെടുക്കും. അയോധ്യയിൽ നടക്കുന്നത് കല്യാണമല്ലെന്നും അതുകൊണ്ട് അവിടെ പോകാൻ ആരും വിളിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24 പറഞ്ഞു. बीजेपी का मंदिर तो नहीं, तो मंदिर सुप्रीम कोर्ट के आदेश से बन रहा है, ये हमारे देश की जनता जानती है. वहाँ पे कुछ विवाद था, कुछ चीज़ें हुई थी और कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियाँ हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിട്ടുനിൽക്കുകയും സോണിയാഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞിരുന്നു ഇതൊരു വ്യക്തിപരമായ ക്ഷണമാണ്, ആ രീതിയിൽ കണ്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അത് അവരുടെ മാത്രം തീരുമാനമായിരിക്കും എന്ന ഒരു നിർദ്ദേശം. ഇപ്പോൾ സോണിയാഗാന്ധി വ്യക്തിപരമായ ക്ഷണമായി കണ്ട് ഇതിൽ പങ്കെടുത്തേക്കുമെന്ന സൂചന ലഭിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ഒരു തന്ത്രമാണോ? അതായത് പങ്കെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക പാർട്ടി അധ്യക്ഷൻ പങ്കെടുക്കുന്നില്ല, എന്നാൽ പങ്കെടുത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ഇതിലെ തന്ത്രം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നയരൂപീകരണം സാധ്യമായിരുന്നില്ല ക്രിസ്റ്റീന. കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ ഒരു ആശയ
കുഴപ്പമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഷാബാനു കേസിന്റെ സമയത്ത് അതിന്റെ തിരിച്ചടി നേരിടാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി അന്ന് ഈ അവിടെയുള്ള ശിലാന്യാസത്തിന് അനുവാദം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം പ്രത്യേകിച്ച് ഇന്ന് നമ്മളോടടക്കം പറഞ്ഞത് അവിടേക്ക് പോകാനായിട്ട് മറ്റാരുടെയും ക്ഷണം തങ്ങൾക്ക് ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു ദിവസം അവിടെ തങ്ങൾ പോവുക തന്നെ ചെയ്യും എന്ന വിധത്തിലാണ് ഉത്തർപ്രദേശ് ഘടകമടക്കം പറഞ്ഞത്. അതുകൊണ്ട് കനത്ത സമ്മർദ്ദമാണ് ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മേൽ ചെലുത്തി വന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പക്ഷേ ആ നയത്തിലേക്ക് പോകാതെ കോൺഗ്രസ് ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന ഒരു അഭിപ്രായ രൂപീകരണം നടത്തുകയാണ് ചെയ്തത്. ഇതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് സോണിയാഗാന്ധി ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ക്ഷണം, ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് പോകാനായിട്ടുള്ള സന്നദ്ധത ഇപ്പോൾ അവരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ ക്ഷണിക്കാനായിട്ട് ആദ്യം വന്നപ്പോൾ ഇതിന്റെ ചുമതലക്കാരനായിട്ടുള്ള സമ്പത് റായിയോട് സോണിയാഗാന്ധി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ക്ഷണം താൻ സ്വീകരിക്കുന്നു, വരാനായി പരമാവധി ശ്രമിക്കും, അഥവാ തനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഉചിതമായിട്ട് തന്റെ പ്രതിനിധിയെ അയക്കും എന്നായിരുന്നു സോണിയാഗാന്ധി അന്ന് പറഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹചര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഒരുപക്ഷെ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ചില വിമുഖത കണ്ടപ്പോൾ സോണിയാഗാന്ധിയെ നേരിട്ട് കൂടി സമീപിച്ചിരുന്നു എന്നതുകൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി അവിടേക്ക് പോകുന്നു. കാരണം ഈ അയോധ്യയിൽ നിന്ന് വളരെ ദൂരത്തൊന്നുമല്ല റായ്ബറേലിയും അമേത്തിയും അടക്കമുള്ള സ്ഥലങ്ങൾ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അഡ്രസ്സ് ഉത്തർപ്രദേശിൽ ഉണ്ടാകണമെങ്കിൽ ഈ സ്ഥലങ്ങളിൽ അടക്കം വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ഒരുപക്ഷെ ഈ തീരുമാനം സോണിയാഗാന്ധിക്ക് അനിവാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധി ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള, കമൽനാഥിനെ പോലെയുള്ള സോണിയാഗാന്ധിയോട് അടുപ്പമുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം തന്നെ തുടർന്നു പോകണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഈ ഒരു പശ്ചാത്തലം കൂടി സോണിയാഗാന്ധിക്ക് ഒരുപക്ഷെ ഈ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഏതായാലും സോണിയാഗാന്ധി പോകാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. കോൺഗ്രസ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാനും വയ്യ. വ്യക്തിപരമായിട്ട് സോണിയാഗാന്ധി കൈക്കൊണ്ട തീരുമാനമാണ്, അതുകൊണ്ട് സോണിയാഗാന്ധി പോകും. എന്നാൽ ഇനി ഉള്ള രണ്ടുപേർ, അത് മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം ഈ സംഘാടകരെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയെ, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും സംഘടനാപരമായിട്ടുള്ള ചില തിരക്കുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രതിനിധിയെ തന്റെ ഭാഗത്തു നിന്നും നിശ്ചയിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ശരി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇതിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം വന്നില്ല. അക്കാര്യത്തിലൊരു നയരൂപീകരണത്തിന് കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ പങ്കെടുക്കണം എന്ന ആവശ്യത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന ആവശ്യത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിലേക്ക് കോൺഗ്രസ് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നുവെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കണം. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് സ്വതന്ത്രമായി തീരുമാനിക്കാമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ, കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ, ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, തുടക്കത്തിൽ മുസ്ലിം ലീഗ് ഇത് കോൺഗ്രസിന് വെച്ച ഒരു കെണിയാണ്, അതുകൊണ്ട് തന്നെ BJPയുടെ കെണിയിൽ വീഴരുതെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ആശ്വാസമാകുന്ന ഒരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതായത് അത് കോൺഗ്രസിന്റെ അതായിട്ടുള്ള തീരുമാനം, പാർട്ടിക്ക് അതിൽ തീരുമാനമെടുക്കാം എന്ന ഒരു നിർദ്ദേശമല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്?
ക്രിസ്ത്യന തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. ഇന്ന് പ്രധാനമായും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി ഇന്ന് പാണക്കാട് ചെയ്യുകയായിരുന്നു. അതിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അത് BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് ഈ പരിപാടി എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചാരണ ആയുധമാക്കാനുള്ള നീക്കമാണെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് കോൺഗ്രസിൽ അതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം മുസ്ലിം ലീഗ് നടത്തുന്നില്ല. പകരം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ സ്വതന്ത്രമായ തീരുമാനമെടുക്കട്ടെ. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതാണ്. അതായത് ഈ പരിപാടി BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കെണിയിൽ വീഴേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ്. പ്രത്യേകിച്ച് ആരാധനക്കോ അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനൊന്നും തന്നെ മുസ്ലിം ലീഗ് എതിരല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കം ഇത് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ ഒരു ആരാധനാപരമായ വിഷയം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അത്തരം ഒരു കോൺഗ്രസിനോട് മാറി നിൽക്കണമെന്ന് പറയാനും മുസ്ലിം ലീഗ് മുതിരുന്നില്ല. ക്രിസ്ത്യന. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. അല്പസമയത്തിനകം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ രാജ്ഭവനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തിച്ചേർന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും മന്ത്രിമാരായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞയെടുക്കും. രാജ്ഭവനിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് ചടങ്ങ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗതം KB ഗണേഷ് കുമാറിനും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമാ വകുപ്പ് വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. വിവാദങ്ങൾക്കും വാക്പോരിനും നിയമ നടപടികൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ വേദിയിലെത്തുമെന്നതും ഇന്നത്തെ സത്യപ്രതിജ്ഞയെ ശ്രദ്ധേയമാക്കുന്നു. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി VA ഗിരീഷ് രാജ്ഭവനിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തു നിന്നും ചേരുകയാണ്. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. EP ജയരാജൻ അടക്കമുള്ള നേതാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്? എപ്പോൾ ഈ ചടങ്ങ് ആരംഭിക്കും? ക്രിസ്ത്യന 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുക. രാജ്ഭവന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ വേദിയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായ പത്തനാപുരത്തു നിന്നുമൊക്കെ നിരവധി പ്രവർത്തകരാണ് ഈ സത്യപ്രതിജ്ഞ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഈ പ്രത്യേകം തയ്യാറാക്കിയ ഈ പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെയും CPM-ൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ള എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നു. കൃത്യം 4 മണിക്ക് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് VA ഗിരീഷാണ് രാജ്ഭവനുള്ളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ്, രാജ്ഭവന് പുറത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്? ഈ സിനിമാ വകുപ്പ് കൂടി KB ഗണേഷ് കുമാറിന് നൽകണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മാത്രവുമല്ല, ഈ ഒരു പോരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ച് ഒരു വേദിയിലെത്തുന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലോ ഈ ചടങ്ങിന്. ക്രിസ്ത്യന, തീർച്ചയായും ക്രിസ്ത്യന നിമിഷങ്ങൾക്കകം രണ്ടുപേർ പുതിയ മന്ത്രിമാരായി പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് ബിയുടെ KB ഗണേഷ് കുമാറും അതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്പസമയത്തിനകം 4 മണിയോടുകൂടി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രിമാർ ഓരോരുത്തരായി അകത്തേക്ക് വരുന്നുണ്ട്. അതായത് രാജ്ഭവനിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. ഇപ്പോൾ മന്ത്രി പ്രസാദാണ് അകത്തേക്ക് പോകുന്നത്. നേരത്തെ വിവിധ മന്ത്രിമാർ പോയിട്ടുണ്ട്. LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി രാജ്ഭവനിലുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 2 പേരും, അത് രാമചന്ദ്രൻ കടന്നപ്പള്ളി അതുപോലെ KB ഗണേഷ് കുമാറും രാജ്ഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതിന് വേണ്ടി ഉണ്ട്. മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണ, ഇതിൽ പ്രധാനമായി ഈ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. 1000 പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് പ്രത്യേക പന്തൽ അത് രാജ്ഭവൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ, അത് കേരള കോൺഗ്രസ് ബിയുടെയും അതുപോലെ കോൺഗ്രസ് എസിൻ്റെയും
പാർട്ടി പ്രവർത്തകർ, അവരുടെ നേതാക്കൾ ഒക്കെ നേരത്തെ തന്നെ ഈ പാസ് മുഖാന്തരം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ, ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ അല്പസമയത്തിനകത്ത് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടുപേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം അവിടെ ചായ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവേശനമുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു നേതാക്കൾ, LDF-ന്റെ മറ്റു മുതിർന്ന നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ച് സവിശേഷത. അത് കടന്നു പോകുന്നത് റോഷി അഗസ്റ്റിനാണ്. മന്ത്രി റോഷി അഗസ്റ്റിനകത്തേക്ക് കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്, രാജ്ഭവന് മുന്നിലുള്ള ദൃശ്യങ്ങളിൽ കണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF-ന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളിലൊന്നും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു മുന്നണി ധാരണ, ആ മുന്നണി ധാരണയ്ക്കനുസരിച്ച് 2.5 വർഷത്തിന് ശേഷം രണ്ട് മന്ത്രിമാർ മാറിക്കൊടുത്ത് പകരം 2 മന്ത്രിമാർ ആ പദത്തിലേക്ക് എത്തുന്നത് തന്നെ കേരള മുന്നണി രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും. അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യകാലത്ത്, തുടക്കകാലത്താണ് അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയത്. ഏക MLA-മാരുള്ള ഘടകകക്ഷികൾക്ക് കൂടി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജു, അദ്ദേഹം ഗതാഗത വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. സമാനമായി തന്നെ INL-ന്റെ അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് നേരത്തെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഈ ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറിനും, അതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന് സിനിമയുടെ വകുപ്പ് കൂടി വേണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം ആവശ്യമില്ല. ഇവിടെ കുടപ്പനക്കുന്നിൽ അദ്ദേഹത്തിന് വീടുണ്ട്, അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കരയിലെ വീട് കഴിഞ്ഞാൽ അദ്ദേഹം കുടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം വേണ്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ സ്റ്റാഫുകളുടെ എണ്ണം അത് കുറച്ചു മതി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ സിനിമ വകുപ്പ് കൂടി വേണമെന്നൊരു ആവശ്യം അത് ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് B ഔദ്യോഗികമായി പാർട്ടി എന്ന നിലയ്ക്ക്, ഘടകകക്ഷി എന്ന നിലയ്ക്ക് അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. CPM കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് സിനിമ. അതിനാൽ തന്നെ കൂടിയാലോചനകൾക്ക് ശേഷം, പാർട്ടി ആലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീരുമാനമെടുക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. സിനിമാ വകുപ്പ് KB ഗണേഷ് കുമാറിന് നൽകേണ്ടതില്ല എന്ന് CPM ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിനർത്ഥം ഈ മന്ത്രിമാർ ഒഴിഞ്ഞ വകുപ്പുകൾ, ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറും അതുപോലെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കാൻ തന്നെയാണ് സാധ്യത. എന്താണെങ്കിലും ഇരുവരും അല്പം മുമ്പ് രാജ്ഭവനിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് പ്രവർത്തകർ, ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 4 തരം പാസ് ഉപയോഗിച്ചാണ് അവരിവിടെ നിയന്ത്രിക്കുന്നത്. വെഹിക്കിൾ പാസ്, വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വെഹിക്കിൾ പാസ് ഉണ്ട്, VIP പാസ് ഉണ്ട്, ജനറൽ പാസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ഒരു പാസും കൂടി. അത്തരത്തിൽ 4 തരം പാസുകളിലൂടെയാണ് ഈ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാസ് ഇല്ലാത്തവരെ പോലീസ് കൃത്യമായി തന്നെ അകത്തു കയറാൻ പ്രവേശിപ്പിക്കാതെ അവരെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. പന്തലൊരുക്കിയിട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സജി ചെറിയാനാണ്. മന്ത്രി സജി ചെറിയാൻ ഇതകത്തേക്ക് കടന്നു പോകുന്ന, രാജ്ഭവനിനുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിൽ വാഹന കുരുക്കടക്കം ഈ മേഖലയിൽ രൂപപ്പെടുന്നുണ്ട്. കാരണം VIP-കളായിട്ടുള്ളവർ, മന്ത്രികളായിട്ടുള്ളവർ, അത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ളവർ, ഈ പാർട്ടികളുടെ അണികളായിട്ടുള്ളവരൊക്കെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവരുടെ ഒഴുക്കിവിടേക്കുണ്ട്. അവരെ ഈ ക്ഷണിക്കപ്പെട്ടവരൊക്കെ, പാസ്സുള്ളവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മന്ത്രിമാർ കടന്നു പോകുന്നുണ്ട്. മന്ത്രി V ശിവൻകുട്ടി കടന്നു പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും അകത്തേക്ക് പ്രവേശിക്കാനുണ്ട് എന്നുള്ളതാണ്. മന്ത്രി ചിഞ്ചുറാണി നേരത്തെ പോയിരുന്നു. LDF-ന്റെ കൺവീനർ രാജ്ഭവനിലുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട, കൗതുകരമായ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് ഗവർണറും സർക്കാരും. അത് മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ ഒരു നേർക്കുനേർ ഫൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്, ഒരു പോരിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വിവിധ വിഷയങ്ങൾ, അത് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട RSS നോമിനികളെ തിരികെ കയറ്റി എന്ന ആരോപണത്തിൽ ഇപ്പോൾ ഈ കാണുന്നത് ആന്റണി രാജുവിനെയാണ് കാണുന്നത്. എങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ സുന്ദരനായിട്ടുണ്ട്. എല്ലാ ആശംസകളും, ഞങ്ങളുടെ തീരുമാനം എടുത്തത് എല്ലാ ആശംസകളും. സന്തോഷമായില്ലേ? അറിഞ്ഞില്ല. മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല, പിൻഗാമി ആരെന്ന് അറിയട്ടെ. എല്ലാവർക്കും നല്ല ആശംസകൾ, വിജയാശംസകൾ. ഉപദേശവും ഉണ്ടാവും, അവർക്ക് ഉപദേശവും കൊടുക്കും. ഉപദേശിക്കേണ്ടോ? എൻ്റെ KSRTC-യും ഗതാഗതക്കാർ നോക്കണ്ടേ? നന്നായിട്ട് നോക്കിക്കോളൂ അവർ. പിന്നെ ശരി, അത്തരത്തിൽ അദ്ദേഹം കുശലം പറഞ്ഞതാണ്. മുൻ മന്ത്രി ആന്റണി രാജുവാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹവും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായി തന്നെ മറ്റുള്ള, അതായത് അഹമ്മദ് ദേവർകോവിലും ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മുന്നണി മര്യാദയുടെ കൂടെ ഒരു ഭാഗമാണ് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. LDF കൺവീനർ രാവിലെ നമ്മൾ LDF കൺവീനർ EP ജയരാജനുമായി സംസാരിച്ചിരുന്നു. അത്
കൃത്യമായൊരു തീരുമാനം, ഒരു നല്ല തീരുമാനം മുന്നണി എടുത്തു. ആ മുന്നണി മര്യാദയ്ക്കനുസരിച്ച് ഘടകകക്ഷികൾ ആ തീരുമാനം നടപ്പിലാക്കാൻ അവർ മുതിർന്നു എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഓരോരുത്തരായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, വിവിധ മന്ത്രിമാർ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് വി എ ഗിരീഷിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന്. ഗിരീഷ്, ആരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? നമുക്ക് എന്തൊക്കെ പ്രതികരണങ്ങൾ ലഭ്യമാണിപ്പോൾ? കൃഷ്ണ, ഇപ്പോൾ മന്ത്രി അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നന്നായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാം നടക്കാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും ഇല്ല, അത് ഞാൻ പറയാം. ഞാനൊന്ന് വകുപ്പ് എന്നൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ അതിനൊരു ഒരാഴ്ച ഒന്ന് പഠിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറയാം. തീർച്ചയായും പറയാം. കൃഷ്ണ, ഇപ്പോൾ നിലവിലുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പുതിയ മന്ത്രിമാർക്ക് നൽകുന്നതിനെ പറ്റിയുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വകുപ്പാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിച്ച ശേഷം ആ വകുപ്പിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരാഴ്ച എങ്കിലും അതിനുള്ള സമയം വേണ്ടിവരും എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും തൻ്റെ പുതിയ ആശയങ്ങളും അതോടൊപ്പം തന്നെ മനസ്സിലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കുന്നത് ഈ വകുപ്പിന് വേണ്ടി എന്നാണ് രാജ്ഭവനുള്ളിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി എ ഗിരീഷ് കുമാർ. മന്ത്രിയാകുന്നതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് തന്റെ പ്രതീക്ഷ. ഏത് വകുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയമായതിനു ശേഷം, അക്കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഒരാഴ്ചക്കകം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത്. രാജ്ഭവനുള്ളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വി എ ഗിരീഷും തിരുവനന്തപുരത്ത് നിന്ന് രാജ്ഭവന് പുറത്തു നിന്ന് അലക്സ് റാം മുഹമ്മദുമാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതേപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും അവിടെ എത്തിയിട്ടുണ്ട്. ഇരുവരും നിയുക്ത മന്ത്രിമാരാണ്. അല്പസമയത്തിനകം ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. സർക്കാർ ഗവർണർ പോരിനിടയിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു എന്ന അപൂർവത കൂടി ഈ ചടങ്ങിനുണ്ട്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും രാജ്ഭവനിൽ. മറ്റു വാർത്തയിലേക്കാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ദേശീയ കൗൺസിൽ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞ് നിതീഷിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, എന്തായിരിക്കും നിതീഷിന്റെ അടുത്ത നീക്കം? ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടം, ആ ഒരു ചരിത്രമുള്ള നേതാവാണല്ലോ നിതീഷ് കുമാർ. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ ആസൂത്രണങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ക്രിസ്റ്റീന, നിതീഷ് കുമാറിന്റെ വീണ്ടും ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിയെത്തത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം NDAയിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും പാർട്ടി നേതൃത്വം തള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പഴക്കാനിടയായ കാരണം എന്നുള്ളത് BJP വിരുദ്ധ JDUവിലെ BJP വിരുദ്ധ ചേരിയിലെ പ്രധാന മുഖമാണ് ലാലൻ സിംഗ്. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നേക്കുമെന്നും അത്തരത്തിൽ വരാതിരുന്നതിൽ നിതീഷിന് അതൃപ്തിയുണ്ട് എന്നുമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹം അസ്വസ്ഥനാണ്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ JDU ഇക്കാര്യം വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ യോഗത്തിന്റെ ധാരണയനുസരിച്ചാണ് ലാലൻ സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാത്തതിൽ അദ്ദേഹത്തിന് നേരിയ തോതിൽ നീരസമുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളുമായി അടുത്ത കേന്ദ്രങ്ങളും അറിയിക്കുന്നത്. അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആൾ എന്നുള്ളത് പാർട്ടി ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ലാലൻ സിംഗ് ആയിരുന്നു. ഇതടക്കം പാർട്ടിയെ നയിക്കുന്നതിൽ ലാലൻ സിംഗിന്റെ ഭാഗത്തു നിന്നും പല ഘട്ടങ്ങളിൽ വീഴ്ചയുണ്ടായി, ഏകോപനം ഉണ്ടാകുന്നില്ല പല കാര്യങ്ങളിലും എന്ന വിലയിരുത്തൽ പാർട്ടിയുടെ നേതൃത്വത്തിന് ഉണ്ട്. ഒപ്പം തന്നെയാണ് BJP ഒരു പ്രത്യേക സമിതിയെ തന്നെ, സഞ്ജയ് ജയ്സ്വാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയെ തന്നെ രൂപീകരിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുക്കാനും അവരുമായി ചർച്ചകൾക്കുമുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ്. അതിനായി പ്രത്യേക
നേതൃത്വത്തെ തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി എന്നുള്ളത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ JDU തന്നെയാകും. പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്നുള്ളത് പിന്നോക്ക വിഭാഗം തന്നെയാണ്. ഇതിനെല്ലാം തടയിടാൻ നിതീഷ് കുമാർ നേതൃത്വത്തിൽ വരുന്നതോടെ കഴിയും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ പാർട്ടിക്ക് ആവശ്യമായ സീറ്റുകൾ അത് ചോദിച്ചു വാങ്ങിയെടുക്കാനും നിതീഷ് നേതൃത്വത്തിൽ എത്തുന്നതോടെ കഴിയും എന്ന വിലയിരുത്തൽ JDU നേതൃത്വത്തിനുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് ലാലൻ സിംഗ് താൻ അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് അറിയിക്കുന്നത്. തനിക്ക് ഒഴിയാൻ താല്പര്യമുണ്ട് എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ആയതിനാൽ തനിക്ക് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതലകൾ അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷന്റെ ചുമതലകൾ പൂർണ്ണമായും നിർവഹിക്കുന്നതിൽ തടസ്സമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം തന്നെ നിതീഷ് കുമാറിന്റെ പേര് ഉന്നയിക്കുകയുമായിരുന്നു. പാർട്ടി എക്സിക്യൂട്ടീവ് ഐകകണ്ഠമായാണ് നിതീഷിന്റെ പേര് അംഗീകരിച്ചത്. ഇപ്പോൾ ദേശീയ കൗൺസിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൗൺസിലിന്റെ അന്തിമ അംഗീകാരത്തിന് ശേഷം ഔദ്യോഗികമായി നിതീഷ് കുമാറിനെ ദേശീയ അധ്യക്ഷനായി വീണ്ടും തെരഞ്ഞെടുത്ത കാര്യം പാർട്ടി അറിയിക്കും. JDU NDAയിലേക്ക് പോകുന്നില്ല എന്നും നിലവിലുള്ള ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഈ നേതൃയോഗങ്ങളിൽ ഉണ്ടാകും എന്നുമാണ് JDU നേതൃത്വം വിശദീകരിക്കുന്നത്. വൈകിട്ട് 5:30 നേതാക്കൾ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും. ക്രിസ്റ്റീന. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാറിന് വഴി തുറക്കുക എന്നതാണ് തീരുമാനത്തിന് പിന്നിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. അതേസമയം NDAയിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് തന്നെയാണ് JDU നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും മന്ത്രിമാരായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗതം KB ഗണേഷ് കുമാറിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമാ വകുപ്പ് വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. വിവാദങ്ങൾക്കും വാക്പോരിനും നിയമ നടപടികൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ വേദിയിലെത്തുമെന്നതും ഇന്നത്തെ പ്രത്യേകതയാണ്. വിശദാംശങ്ങളുമായി VA ഗിരീഷും അലക്സ് റാം മുഹമ്മദും ചേരുകയാണ്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, മന്ത്രി റോഷി അഗസ്റ്റിൻ അതേപോലെ തന്നെ സ്ഥാനമൊഴിയുന്ന മന്ത്രി ആന്റണി രാജു ഒക്കെ അവിടേക്ക് എത്തിച്ചേരുന്നത് കണ്ടു. എപ്പോഴാണ് ഈ വകുപ്പുകൾ സംബന്ധിച്ചൊരു അവസാന തീരുമാനമുണ്ടാവുക? സത്യപ്രതിജ്ഞാ ചടങ്ങ് എപ്പോൾ ആരംഭിക്കും? കൃഷ്ണ, വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കാണ് അതിനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഏത് വകുപ്പുകൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് തന്നെ KB ഗണേഷ് കുമാറിന് ലഭിക്കുമെന്നും അതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ്, തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കും എന്നുമാണ് കണക്ക് കൂട്ടുന്നത്. മറ്റു വകുപ്പുകൾ റീഷഫിൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും LDF എടുത്തിട്ടില്ല എന്ന് രാവിലെ ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ 24നോട് വ്യക്തമാക്കിയിരുന്നു. CPMലും അങ്ങനെ ധാരണയില്ല, അങ്ങനെ ആലോചനയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും ഈ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നിയുക്ത മന്ത്രിമാരായ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അല്പം മുമ്പ് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ മറ്റു മന്ത്രിമാർ, ഏറ്റവും കൂടുതൽ മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മണിക്ക്, കൃത്യം 4 മണിക്ക് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്തൽ, ഒരു പ്രത്യേക പന്തൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. രാജ്ഭവനിലെ പാർക്കിംഗ് ഏരിയയിലാണ് ഈ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. 1000 പേരെ വരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് ആ പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ഇവർക്ക് ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞ് ചായ സൽക്കാരവും ഉണ്ടാകും. നേരത്തെ ഗവർണർ ഈ പരിപാടിക്ക് ശേഷം, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണർ മുംബൈക്ക് പോകും. ഇന്ന് തന്നെ മടങ്ങും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് പോകില്ല, നാളെയാണ് അദ്ദേഹം മടങ്ങുന്നത്. നാളെ അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങും എന്നാണ് അറിയുന്നത്. 21-നാണ് അദ്ദേഹം നേരത്തെ ദില്ലിയിലേക്ക് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകരമായ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്ന ഒരു കാര്യം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ സർക്കാരും പരസ്പരം പോരടിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും ഗവർണറും മുഖാമുഖം എത്തുന്നു ഈ വേദിയിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഗവർണർ ഇന്നലെ തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞയുടെയൊക്കെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു മഞ്ഞുരുകളുടെ സാധ്യത പൊതുവിൽ നോക്കിക്കണ്ടിരുന്നു, പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതുണ്ടായില്ല. SFIയുടെ പ്രതിഷേധമടക്കം ഗവർണർക്കെതിരെ ഉണ്ടാകില്ല എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അതും നടന്നില്ല. SFIയുടെ പ്രതിഷേധം പതിവ് പോലെ തുടരുകയും ചെയ്തു. ഗവർണറുടെ വിമർശനം സർക്കാരിന്
സർക്കാരിനെതിരെ പതിവ് പോലെ ആവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. LDF കൺവീനർ അടക്കം ഇന്ന് രാവിലെ പോലും ഗവർണർക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ പോരങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഗവർണർക്ക് ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നത് ഈ സത്യപ്രതിജ്ഞയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടക്കും, പക്ഷേ ഭരണഘടനാപരമായ ബാധ്യത അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും LDFിൻ്റെ കൺവീനർ അടക്കം വ്യക്തമാക്കിയത്. ഇന്ന് എന്താണെങ്കിലും അല്പസമയം ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 9 മിനിറ്റ് കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക്. രണ്ടുപേരും നേരത്തെ നിയുക്ത മന്ത്രിമാർ, അതായത് പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് എത്തുന്ന മന്ത്രിസഭയിലേക്ക് എത്തുന്ന 2 നിയുക്ത മന്ത്രിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതുപോലെ KV ഗണേഷ് കുമാറും എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ അവർ അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട്. വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അത് ഭംഗിയോടുകൂടി നിറവേറ്റും എന്നാണ് ഇരുവരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഗതാഗത വകുപ്പാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് പോലും KV ഗണേഷ് കുമാർ രാവിലെ പ്രതികരിച്ചുകൊണ്ടു. അദ്ദേഹം അതിനുള്ള ഹോംവർക്ക് നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഗതാഗത വകുപ്പ് ഒഴിഞ്ഞ മുൻമന്ത്രി ആന്റണി രാജു അല്പം മുമ്പ് കടന്നുപോയത് കണ്ടതാണ്. അദ്ദേഹത്തോട് നമ്മൾ കുശലം സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല, അവർക്ക് മന്ത്രിമാരാകാൻ പോകുന്നവർക്ക് സ്വാഭാവികമായി അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത്. എന്താണെങ്കിലും അല്പസമയത്തിനകത്ത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. ആളുകളെയൊക്കെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാസ് മുഖാന്തരം ഈ പ്രവേശനം നിയന്ത്രിച്ചിരുന്നു. 1000-ഓളം പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. അത് കഴിഞ്ഞ്, അതായത് മുഖ്യമന്ത്രി കൂടി കയറിയതിനു ശേഷം ഈ ഗേറ്റ് രാജ്ഭവൻ്റെ കവാടം അടച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ഇനി പ്രവേശിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാർക്ക് ജനറൽ പാസ് ഇവിടെ നിന്ന് അപ്പുറത്തെ ഗേറ്റ് വഴിയാണ് അവർക്കുള്ള പ്രവേശനം അകത്തേക്ക് അനുവദിച്ചത്. VIP പാസും അതുപോലെ മറ്റു പാസ്സുള്ള അഥവാ വെഹിക്കിൾ പാസ്, മീഡിയ പാസ്സുള്ളവരൊക്കെ ഇതുവഴി കടന്നുപോയി. പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം, സുരക്ഷാ വിന്യാസം ഈ മേഖലയിൽ ആകെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം, എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും അല്പസമയത്തിനകത്ത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. 4 മണിയോടുകൂടെ തന്നെ ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം ചായ സൽക്കാരം ഉണ്ടാകും. ഈ ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു മന്ത്രി കൂടി കടന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ മന്ത്രിമാർ പൂർണ്ണമായി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ പൂർണ്ണമായി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. LDFിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് LDFിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സവിശേഷതയാർന്ന കാര്യം. നേരത്തെ തന്നെ LDF കൺവീനർ അത് വ്യക്തമാക്കിയിരുന്നു. ഈ LDF സർക്കാരിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കകാലത്ത് LDF എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഈ ഏക MLA-മാരുള്ള ഘടകകക്ഷികൾക്ക് കൂടി മന്ത്രിസഭയിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം, പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ കൂടി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന തീരുമാനം അത് മുന്നണി തീരുമാനമായി കൈക്കൊണ്ടതാണ്. ആ മുന്നണി തീരുമാനത്തിനൊപ്പം ഘടകകക്ഷികൾ നിന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജു ഗതാഗത വകുപ്പ്, ആ പോർട്ട്ഫോളിയോ അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. കൃത്യം 2.5 വർഷം കഴിയുന്ന മുറയ്ക്ക് അദ്ദേഹം അത് രാജിവെച്ച് അദ്ദേഹം ഒരു വൈമനസ്യവും കൂടാതെ അവിടെ നിന്ന് ഇറങ്ങി. സമാനമായി തന്നെ അഹമ്മദ് ദേവർഗോവിലും, INLൻ്റെ അഹമ്മദ് ദേവർഗോവിലും അവിടെ നിന്ന് ഇറങ്ങി. ഈ നവകേരള സദസ്സ് നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു കുറച്ച് ദിവസം കൂടി ഇവർക്ക് നീട്ടി നൽകിയത്. അതിനുശേഷം കൃത്യമായി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാജി സമർപ്പിക്കുകയും മുന്നണിയെടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് മുന്നണി കടക്കുകയും ചെയ്തു, സർക്കാർ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം സ്വാഭാവികമായി അവരുടെ മുന്നണി കൂടുന്നു. ഈ മറ്റ് നേതാക്കളെ, അത് കോൺഗ്രസ് എസിൻ്റെ നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും അതുപോലെ കേരള കോൺഗ്രസ് പിയുടെ നേതാവായ KV ഗണേഷ് കുമാറിനെയും വിവരം അറിയിക്കുന്നു. മന്ത്രിമാരാകാനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങുന്നു, അവരുടെ പാർട്ടിയും തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലും LDFിൽ പിന്നെയും ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി അടക്കം RJD അടക്കമുള്ളവർക്ക് മന്ത്രിസ്ഥാനം വേണം, അവർക്ക് ഒരു MLA ഉണ്ട് എന്നുള്ള അസ്വാരസ്യങ്ങളുണ്ട്. അതൊക്കെ വഴിയെ ചർച്ച ചെയ്യും എന്നാണ് LDF കൺവീനർ നേരത്തെ പറഞ്ഞത്. എന്താണെങ്കിലും എടുത്ത തീരുമാനം, ധാരണ ഇതാണ്. ആ തീരുമാനം LDF നടപ്പിലാക്കുന്നു. അല്പസമയത്തിനകത്ത് 5 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ആ സമയത്തിനകത്ത് നിയുക്ത മന്ത്രിമാരായ KV ഗണേഷ് കുമാറും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് മിനിറ്റുകൾക്കുള്ളിൽ നിയുക്ത മന്ത്രിമാരായ KV ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് പുറത്തുനിന്ന്.